ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ സ്വന്തം മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ. ഞാനിത് ഒരു 8 വർഷം കൊണ്ട് എല്ലാ വീഡിയോയിലും മധുരക്കിഴങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഇട്ട് തരുന്നത് കേട്ടോ. കാരണം എന്താണെന്നോ, ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല നിറത്തിൽ കിട്ടും അല്ലേ. പർപ്പിൾ നിറത്തിൽ കിട്ടും, വൈറ്റ് കളറിൽ കിട്ടും, അതുപോലെ ഓറഞ്ച് കളറിൽ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കളറിലും അനുസരിച്ച് ഇതിൻ്റെ ഗുണത്തിന് വ്യത്യാസമുണ്ട്. അത് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാതെ അല്ലേ. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ പൊതുവായിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിറയെ വൈറ്റമിൻസും മിനറൽസും ആണ്. എടുത്തു പറയാനുള്ളത് വൈറ്റമിൻ എ, സി, കോപ്പർ, B6, മാഗ്നീഷ്യം, പൊട്ടാസ്യം, കൂടാതെ നയാസിൻ, പിന്നെ ധാരാളം ഫൈബർ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഏറ്റവും നമുക്ക് ചീപ്പിൽ കിട്ടുന്ന പിന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. സാധാരണ വീടുകളിൽ ഇത് അധികം ആൾക്കാർ കഴിക്കാറില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം കഴിക്കുകയുള്ളൂ. ബാക്കി ഹസ്ബൻഡും മക്കളൊക്കെ നിർബന്ധിച്ചാൽ ഒരു കഷ്ണം തിന്നും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് ഒത്തിരി അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഈ പല കളറിലുള്ള പിന്നെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് റെഗുലറായിട്ട് ഇപ്പം മിക്കവാറും ആൾക്കാരുടെ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ഇപ്പോൾ എവിടെ ചെന്നാൽ ഇത് കാണാം അല്ലേ. കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കിത് കാണാം. അപ്പോൾ നിങ്ങളിത് വാങ്ങണം, ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കപ്പ, അതായത് മരച്ചീനി, ഏതെല്ലാം വിധത്തിൽ നമുക്ക് പാചകം ചെയ്യുന്നുണ്ട്, അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റയും അല്ലെങ്കിൽ മധുരക്കിഴങ്ങും നമുക്ക് അങ്ങനെ പല വിധത്തിലും പാചകം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കറിയും വയ്ക്കാം, വറക്കുകയും ചെയ്യാം, ബേക്കുകയും ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിച്ചാൽ അതിൻ്റെ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റാം. ഞാൻ താഴെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് ഏതൊക്കെ അസുഖങ്ങളാണെന്നോ ഇത് നമ്മളെ ചെറുത്ത് നിൽക്കുന്നത്? മെയിനായിട്ട് ക്യാൻസർ, ഓക്കെ. പിന്നെ നമ്മൾക്ക് പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ഷുഗർ രോഗികൾ, പിന്നെ ഫൈബർ കൂടുതൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിലുള്ള, അതായത് ഡൈജഷൻ നന്നായിട്ട് നടക്കും. അതുപോലെ തന്നെ പിന്നെ മിക്കവാറും വയറ് സംബന്ധമായ നമുക്ക് പലവിധമായ അസ്വസ്ഥതകളുണ്ടല്ലോ. അപ്പോൾ അത് മാറി. അതിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറാണ് കേട്ടോ. ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഇതിനടക്കുന്ന ഫൈബറും മറ്റ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. അതോടുകൂടി വയറിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വയറിലുണ്ടാവുന്ന, അപ്പോൾ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ പറഞ്ഞു തരാനുള്ളത് ക്യാൻസർ, അതായത് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ വയറിലുണ്ടാവുന്ന ക്യാൻസർ, പിന്നെ ബ്ലാഡറിലുണ്ടാവുന്ന ക്യാൻസർ, പിന്നെ കോളൻ ക്യാൻസർ, ഇങ്ങനെ പലവിധമായ ക്യാൻസറുകളെ ചെറുക്കാനായിട്ട് പിന്നെ മധുരക്കിഴങ്ങിന് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആന്തോസയാനിൻ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസാണ്. അതോടൊപ്പം തന്നെ മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ ക്യാൻസർ ചെറുക്കുന്നതിനും, അതുപോലെ വീക്കം, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. അത് മെയിനായിട്ട് ഇത് പർപ്പിൾ കളറിലുള്ള, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പർപ്പിൾ കളറിലുള്ള പിന്നെ മധുരക്കിഴങ്ങിനാണ് കൂടുതലായിട്ട് ഈ ഒരു ആന്തോസയാമിൻ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് പർപ്പിൾ നിറത്തിലുള്ള, ചുമപ്പ് നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും എല്ലാം ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഹൃദയം തുടങ്ങി, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബയലാണ്, പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്, പൊണ്ണത്തടി കുറയ്ക്കാൻ നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ ഗ്രൂപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസിനുണ്ട് കേട്ടോ. അത് ഈ പർപ്പിൾ കളറിലുള്ള മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്നത് ഈ ആന്തോസയാമിൻ എന്ന് പറയുന്നത്
നമ്മുടെ ക്യാൻസറിനെ ചെറുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് കാഴ്ചശക്തി. നമ്മുടെ സൈറ്റ് പിന്നെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ കുറയുമല്ലോ, പിള്ളേർക്കും അതെ. ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും കണ്ണടയൊക്കെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ കേട്ടോ, ബീറ്റാ കരോട്ടിൻ അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് ആയിട്ട് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ടാവും. ഇത് നമ്മുടെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് നമുക്ക് കഴിക്കാം. ഇനി ബ്രെയിൻ ഫങ്ഷൻ സുഗമമായിട്ട് നടക്കുന്നതിനും ഈ ആൻഡോസയാനിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നോ, നമ്മുടെ ഫ്രീ റാഡിക്കൽസ് മൂലം DNA-യിലുണ്ടാവുന്ന പിന്നെ കേടുപാടുകൾ കേട്ടോ, അത് ഡാമേജസ് ഒക്കെ മാറുന്നതിന് ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രെയിൻ ഫങ്ഷൻ ഭംഗിയായിട്ട് നടക്കുന്നതിനും നമ്മുടെ ഓർമ്മ ശക്തി കൂട്ടുന്നതിനും കുറയാതിരിക്കുന്നതിനും കേട്ടോ, മെമ്മറി ലോസ് ഇല്ലാതിരിക്കുന്നതിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഓറഞ്ച് കളറിലെ പിന്നെ മധുരക്കിഴങ്ങ് കാണുകയാണെങ്കിൽ വാങ്ങണം കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷി നമ്മൾക്ക് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വീറ്റ് പൊട്ടറ്റോയാണ് ഈ പൊട്ടറ്റോ കേട്ടോ, ഓറഞ്ച് കളറിലുള്ള ഈ സ്വീറ്റ് പൊട്ടറ്റോ. ഇപ്പോൾ മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബറുണ്ട്, ബീറ്റാ കരോട്ടിനുണ്ട്, അങ്ങനെയുള്ള ഇതിനകത്തുള്ള മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എല്ലാ ദിവസവും ഒരു 1-2 പീസ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനീ പറഞ്ഞ എല്ലാത്തിനും, നമ്മുടെ വയറിനും അതുപോലെ തന്നെ ഹാർട്ടിന്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ എന്ന് തുടങ്ങി എല്ലാത്തിനും നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഒരു ഔഷധം പോലെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഈ വൈകുന്നേരം മിക്സറും കായ വറുത്തതും ഒക്കെ തിന്നുന്നതിന് പകരം കുട്ടികൾക്ക് ഇങ്ങനെ ഇതൊക്കെ കപ്പേക്കാളും കുറേ നല്ലതാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ചെറുപ്പം മുതലേ അവർക്ക് കൊടുത്ത് ശീലിച്ചാൽ തീർച്ചയായിട്ടും അവർ വളരുമ്പോഴും ഇത് കഴിക്കും. അത് കാരണം കൊണ്ട് ഈ വൈകിട്ടത്തെ പലഹാരം ഇനി കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ആക്കാം കേട്ടോ. അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട്. ഇതൊരു റൂട്ട് വെജിറ്റബിളാണ്. അപ്പോൾ വെജിറ്റബിളിൻ്റേതായ ഗുണങ്ങളും എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടെ കൂടിക്കഴിയുമ്പോൾ ഏറ്റവും നല്ല പോഷണം നൽകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇത് കാണുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീട്ടിലിത് വാങ്ങുക, കഴിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.